അതെ കുറച്ചു നേരം പുഴയിലേക്ക് വെക്കുന്നു. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. തിണ്ടി തിരിയാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ പോകണമല്ലോ. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മാസത്തിൽ നമ്മളിതിപ്പോൾ മൂന്നാമത്തെ വ്ളോഗാണ്. നമ്മളിപ്പോൾ വ്ളോഗിൻ്റെ അടുത്തിൽ ഇച്ചിരി കൺസിസ്റ്റൻ്റ് ആണ്. പുതിയ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷയമാണ്. സോ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ സ്നേഹയും എലിയും നമ്മളെല്ലാവരും കൂടി കാറിൽ അന്ന് പോയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ ഇത്ര ലോങ് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരൺ ബ്രോ ആൻഡ് അലീന നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ബാംഗ്ലൂരാണ്. പിന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും അലീനയും കിരൺ ബ്രോയിനെയും. കിരൺ ബ്രോൻ്റെ ബർത്ത്ഡേ ആണ് 20th അതായിട്ട് പോവുകയാണ്. പിന്നെ ഞാനും കുറേ നാൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിരുന്ന് പുഴുങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഇപ്പം എന്തായാലും ഒരു ട്രിപ്പും ഇപ്പം ഇതും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് ഓക്കെ ആവും. ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വന്നേ ഉള്ളൂ. ആൻഡ് ഇത് ഒരു ബാംഗ്ലൂർ വ്ളോഗായിരിക്കും. സെക്കൻഡ് ടൈമാണ് നമ്മൾ ബാംഗ്ലൂർ വ്ളോഗ് ചെയ്യണേ. ആൻഡ് ഇത് നമ്മൾ 3 ദിവസമല്ലടാ സോയി, നമ്മൾ 3 ദിവസത്തെ ട്രിപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൻ്റെ നഗരവീഥികൾ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. പോകുന്നത് ആരൊക്കെയാന്ന് പറഞ്ഞാൽ ഞാനുണ്ട്, സോയി ഉണ്ട്, പിന്നെ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ പരിചയപ്പെടുത്തി തരാം അവർ വരുമ്പോഴത്തേക്കും. ട്രെയിനിൽ ഫുഡൊക്കെ സെറ്റ് എ സി അല്ലേ? എടാ അല്ല, ജനറലിലാണോ കൊണ്ടുപോകണേ? എവനാണ് ബുക്ക് ചെയ്തത് ട്രെയിന്. പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്, നമുക്ക് പോകേണ്ടത് എത്ര മണിക്ക് 4:50 നമ്മൾ ട്രെയിന്. ഇപ്പം സമയം 3 മണി. ഞാൻ പാക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ലേറ്റ് ആയിപ്പോൾ. ഇന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഇപ്പോൾ ബോർഡിങ്ങിലാക്കിയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഹറി ബറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എല്ലാം സെറ്റ് ആക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻ ന്യൂ വ്ളോഗ്. ലെറ്റ്സ് ഗോ. 4 ചെട്ടി ഗൈസ്, 3 ഷർട്ട്, ക്ലീൻ ഷർട്ട്, 4 ഷർട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കട്ടെ. ഗൈസ് നമ്മളെ സ്കിൻ കെയർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം, ഹെയർ വാക്സ് ഗൈസ്. ഇതെല്ലാം മെഡിസിനാണ്. എനിക്ക് അലർജിയും സംഭവങ്ങളൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക്. അല്ലെങ്കിൽ നമ്മൾ ചാർജറൊക്കെ സെറ്റാക്കും. ഇമ്പോർട്ടൻറ്റ് തിങ് പറഞ്ഞു ഗൈസ്, എൻ്റെ ടവൽ, പുതിയ ടവൽ, എൻ്റെ പാൻറ്റൊക്കെ 2 പാൻറ്റ് മതി. ഒരു ഷെഡി എന്ത് കൊല്ലല്ലേ ടവല്. കുളിച്ചിട്ടാണ്. ബൈ ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡ്രസ്സാണ് നമ്മൾ ഇട്ടേക്കണേ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിഞ്ഞത് ഈ പട്ടി പറയുക. നമ്മൾ AC ആണ് ആദ്യം പറഞ്ഞിരുന്നത്, പിന്നെ AC മാറ്റി സ്ലീപ്പർ എന്നൊക്കെയാണ് പറയുന്നത്. സ്ലീപ്പറിൽ ഞാൻ ട്രെയിനിൽ ലോങ്ങേ പോയിട്ടില്ല. ഞാൻ നിന്നൊക്കെ പോയിട്ടുള്ളൂ ട്രെയിനിൽ. നെഗറ്റീവ് ടു ട്രിവാൻഡ്രം മാക്സിമം. ഈ പട്ടി എന്തേലും പറ്റിയ എൻ്റെ വൈബൊക്കെ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടന്നു പോകും. സ്ലീപ്പർ എങ്ങനെയായിരിക്കും ഗൈസ്? നിങ്ങൾ സ്ലീപ്പറിലൊക്കെ കയറിയിട്ടുണ്ടോ? ഞാൻ എക്സൈറ്റഡ് ആണ്. എടാ പുഴുങ്ങുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്ളോഗ് നിങ്ങൾ പിന്നെ ബാംഗ്ലൂർ പോയിട്ടേ കാണത്തുള്ളൂ കേട്ടോ. ഒരുത്തൻ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഡാ പട്ടി, ആ ബെഡ്ഷീറ്റ് ആരും പുറയ്ക്കാനാ? ട്രെയിൻ പുറയ്ക്കാനാ? കിങ് സൈസ്. മൂട് പോയി. ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ജീവിക്കുമെന്നാ. ലൈൻ ട്രാവൽസിൽ പോകുമെന്ന് വിചാരിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 2 ടിക്കറ്റ് ഉണ്ട്, പക്ഷെ ഇച്ചിരി വില കൂടുതല. ഇത്രേ ഉള്ളൂ, ഒരാൾക്ക് 1300 രൂപ. എടാ ഇപ്പം എത്ര രൂപ ട്രെയിൻ ടിക്കറ്റിന്? തൽക്കാലം എടുത്തത്. നമ്മൾ നാളെ എത്ര മണിക്ക് എത്തും? രാവിലെ 7 മണിക്ക് എത്തും. ഇത് രാവിലെ 7:05 ഗൈസ്. നമ്മൾ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റി ഗൈസ്. ഇതേ 2000 രൂപ സ്ലീപ്പർ പ്ലസ് AC സ്ലീപ്പർ. നൈസാണ്, ഭാരത് ബെൻസ് ഗൈസ്. നമ്മൾ പ്ലാന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രെയിനിൽ പോകണം, നമ്മൾ ക്യാൻസൽ ചെയ്ത് ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് AC സ്ലീപ്പർ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെയാണ് അറിഞ്ഞത് നോർമൽ സ്ലീപ്പറാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് കുറച്ച് ഡസ്റ്റ് അലർജിയും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കയ്യിലൊക്കെ ചെറിയ എന്തോ ഒരു അലർജി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് തോന്നി. അത് സ്ലീപ്പറിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. പിന്നെ എന്താ പറയുക, പൊടിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ സീനാവും. സോ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകുന്നത് വിചാരിച്ചു ഗൈസ്. നമ്മൾ നമ്മുടെ അത്യാവശ്യം നല്ലൊരു ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തത്. വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. 1000 ഒരാൾക്ക് 1000 ആണ് റേറ്റ് വരുന്നത്. ACLS നാവിഗേറ്റർ
വിഷയം പേരൊക്കെയാണ്. ഓക്കെ ഈ നമുക്ക് അപ്പോൾ 8:45 ട്രെയിന് വൈറ്റിലേന്ന്. ബസ് 8:45 നാളെ രാവിലെ 6:20 നമ്മളെത്തും. അതാണ് നമ്മുടെ ഫൈനൽ ഡിസിഷൻ. നമുക്ക് പിന്നെ ഒരു ദിവസം ട്രെയിൻ ലോങ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി എന്തായാലും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇനി നമുക്ക് രാത്രി വരാം. ഓക്കെ നമുക്ക് ഒത്തിരി സമയമുണ്ട് ഗൈസ്, നമുക്ക് ഒത്തിരി സമയമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സമയം കിട്ടിയ നല്ലതായി. ഞാൻ എൻ്റെ പ്രോട്ടീനൊക്കെ എടുക്കാൻ മറന്നു, വേറെ കുറേ സംഭവങ്ങൾ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സെറ്റാക്കി. അതുപോലെ ഗൈസ് ഞാനിപ്പോൾ ഡയറ്റിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡയറ്റ് ഈ സമയത്ത് എങ്ങനെ എടുക്കുന്നുണ്ടെന്ന്. മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് മാത്രമേ നോക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കി ഫുഡ് കഴിക്കുന്നതല്ല, ഡയറ്റിലുള്ള ഫുഡ് പറ്റുന്ന പോലെ കഴിക്കും. അതാണ് നമ്മുടെ പ്ലാന്. സോ അവിടെ പോയിട്ട് നമുക്ക് നോക്കണം എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും, എന്തൊക്കെ സംഭവമാണെന്ന്. സോ ഞാൻ എന്തായാലും എൻ്റെ ഇത് പാക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ പ്രോട്ടീൻ ഞാൻ ഷേക്കറിൽ ഒരു 2-3 സ്കൂപ്പ് സുഖമായിട്ട് കൊള്ളും. 2-3 ഒരു 7 സ്കൂപ്പ് കൊള്ളും തോന്നുന്നു. ഐ തിങ്ക് 7-8 സ്കൂപ്പൊക്കെ ധാരാളം. നമ്മുടെ പ്രോട്ടീൻ സെറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 7 മണിയാവാറായി, 6:45. അപ്പോൾ നമുക്കൊരു 7-7:30 പറയണം. 8:30 നമുക്ക് നമ്മുടെ ബസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനും ജോയിക്കുട്ടനും ഇറങ്ങുമായി ഇവിടെ നിന്ന്. എന്തൊക്കെയായിരുന്നു, ട്രെയിനിൽ പോകുന്നു, ട്രെയിനിൽ ചാടിക്കയറുന്നു, ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇപ്പോൾ സമയം 7:15 ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് നൈസായിട്ട് ചെറുതായിട്ട് അവനെന്തായാലും ഹെവി ആയിട്ടും കഴിക്കും, ഞാൻ എന്തായാലും ചെറുതായിട്ടും കഴിക്കും. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ അകത്തെ ഇതുണ്ട്, ബാത്റൂമുണ്ട്. ഞാനും ബാത്റൂമുള്ള ബസ്സിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതുകൊണ്ടാണല്ലേ പെട്ടെന്ന് എത്തുന്നത്. സ്ട്രെച്ച് അങ്ങ് പോകാമല്ലോ അവർക്ക്. സാധാരണ ഇതിനൊക്കെ വേണ്ടിയല്ലേ നിർത്തുന്നത്. യെസ്, എന്തെങ്കിലും അൽഫാം, അധികം എണ്ണയില്ലാത്ത അൽഫാം പ്ലസ് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടായിരിക്കും കയറുന്നത്. നമുക്ക് അതിൻ്റെ കഴിക്കാം. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ നിന്നില്ല, എന്നാൽ നല്ല ലേറ്റ് ആവും. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ വൈറ്റിലെത്തി. നമുക്ക് പേടിയൊന്നുമില്ല വ്ളോഗ് ചെയ്യാൻ ഇപ്പം പോസ്റ്റ് സ്ഥലത്തിപ്പം ഇല്ലടാ, നമുക്കെന്ത് പേടി. അപ്പോൾ നമ്മൾ കഴിക്കാൻ ഫുഡ് നല്ലൊരു ഹോട്ടലിൽ തപ്പി നടക്കുകയാണ്. നോക്കട്ടെ എത്ര മണി? 7:55 ഗൈസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണേ. അതെ, 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് വൈറ്റില. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ബസ്സിലോട്ട് കയറും. ചെറുതായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ ഗൈസ്, നല്ല മഴ, വിഷയം മഴ. ഇപ്പോൾ പോയേനെ ഗൈസ്. ചിക്കൻ അൽഫാം കുഴപ്പമില്ല, വെരി ഗുഡ്. മഴ വിത്ത് അൽഫാം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് നോക്കണം, മനസ്സിലായ? ഫുള്ള് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമ്മളങ്ങനെ ബസ്സിൽ കയറി. പക്ഷെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ മഴ നനഞ്ഞ്, കാരണം നമ്മൾ കഴിക്കാൻ പോയടുത്ത് നിന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മുട്ട മഴ എന്ന് പറഞ്ഞാൽ വിഷയം മഴ. കുറച്ച് നനഞ്ഞ് കുഴപ്പമില്ല. സോ എങ്ങനെയുണ്ട് വിഷയം ഗൈസ്? ബസ് വിഷയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ക്ലീനാണ് അത്യാവശ്യം, അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ നൈസ്. നമ്മുടെ ബസ് കാണാനും വെറും വിഷയമാണ്. ഞാൻ എവിടെയെങ്കിലും കഴിക്കാൻ നടത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. മഴയുണ്ട്, നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ ബാംഗ്ലൂർ. സത്യം പറഞ്ഞ കേസ് ഞാൻ സ്നേഹനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എവിടെയൊക്കെ പോകണം എന്ന് പറയുമ്പോഴത്തേക്കാണ് മറ്റേ കടന്ന് ബഹളം വെച്ച് തുള്ളിച്ചാടി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു. മിസ് യു സ്നേഹ, മിസ് യു. ടോയ്ലറ്റൊക്കെയുണ്ട്, ഫുൾ സെറ്റാണ്. മാത്രമേ പറഞ്ഞു യൂസ് ചെയ്യുന്നുണ്ട, only for your purpose, otherwise 2000 fine. സെറ്റപ്പാണ് സംഭവം. കണ്ണാടിയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ വാളയാറെത്തി. ഇപ്പോൾ സമയം എത്രയാടാ സോയി? 11:30 ഗൈസ് രാത്രി. ഇതാണ് നമ്മുടെ ബസ്. നമ്മളിപ്പോൾ ഇവിടെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവരെ നിർത്തിയതാണ്. എടാ നമുക്ക് ചായ കുടിക്കണോ? നീ പോയിട്ടൊരു ചായ പൊടി, എനിക്കൊരു വിത്തൗട്ട് ടീ പറ. ഈ സെറ്റപ്പ് ഉണ്ടാ, വണ്ടിയിലാണ് ചായ. ഫ്രഷ് ടീ താഴൊക്കെ വീണ് പൊട്ടണമല്ലേ ഇപ്പം. വിത്തൗട്ട് ടീ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടറാ. ഇത് കണ്ടോ, ഫുൾ ലോറിയാണ് നമ്മുടെ പ്രോപ്പർ വാളയാർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് വാളയാർ കണ്ടപ്പോഴത്തേക്ക് ഒരു ലോറി പോലും ഇല്ലായിരുന്നു.
ഇപ്പോഴത്തെ കണ്ടില്ലേ, ഇതാണ് പരമശിവത്തിൻ്റെ വാളയാർ. പൊളി 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 കൊള്ളാം ഗൈസ്. ഇനി നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് കാണാം. നമ്മൾ ഇപ്പോൾ ബസ് എടുത്തു. ഇനി എനിക്ക് തോന്നുന്നു സ്റ്റോപ്പൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് എത്തുള്ളൂ. ഇപ്പം വാളയാർ കഴിഞ്ഞ് ഇനി പാലക്കാട്, പിന്നെ നമ്മൾ നേരെ ബാങ്കിലോട്ട് നിൽക്കാറൂടെ. അപ്പോൾ രാവിലെ കാണാം ഗൈസ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ എടുക്കുന്നത് ബാംഗ്ലൂർ എന്നായിരിക്കും. See you there bro. ഗൈസ്, നമ്മൾ കണ്ണ് തുറന്നത് ബാംഗ്ലൂർ എത്തിയത് എല്ലാം ഒരുമിച്ചായിരുന്നു. ചൂപ്പൻ ഹിയർ. ഇവൻ ട്രിവാൻഡ്രത്തുനിന്ന് വന്നതാണ്. എന്താ കണ്ണിലെന്തോടാ എന്ത് പറ്റിയ? ഏതോ മാമ കൊണ്ടുപോകാൻ ഇടയ്ക്ക് പറ്റിയതാണത്. മടിവാള എത്തി. എൻ്റെ ആളിയാ, എന്തൊരു തിരക്കുള്ള സ്ഥലം. ബാംഗ്ലൂർ വൈബ്സ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ആലോചിക്കുന്നത് എൻ്റെ മുടിയൊക്കെ ഉണ്ടാക്കി തൊള്ള കറക്റ്റ് ബംഗാളിയല്ലേ. എടാ പെട്ടെന്ന് എത്തിയില്ലടാ. 6:30ക്ക് എത്തി നമ്മള്. സോയ് പറ, നമ്മുടെ ബസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബസ് വിഷയമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. നല്ല ഉറക്കമായിരുന്നു, നല്ലോണം ഉറങ്ങാൻ പറ്റി. ഞാൻ എൻ്റെ ഫസ്റ്റ് ബസ്സിലെ യാത്രയായിരുന്നു. ഞാൻ കൂടുതലും ട്രെയിൻ, ഫ്ലൈറ്റ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലെ ബൈക്ക്. ഞാനങ്ങനെ ഉറങ്ങാറില്ല ഇത്ര നേരം. സത്യം. നിന്റെ ബസ് എങ്ങനെ ഉണ്ടായിരുന്നു? വിഷയമായിരുന്നു. നീ ഏതോ കൊലവണ്ടിയിലല്ലേ തൂങ്ങി വന്നേ? കൊലവണ്ടിയിലൊന്നുമല്ല. പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇവന്റെ പേരാണ് റെക്സ്. ശരിക്കുള്ള പേര് പറ. ഇത് ഇൻ ഗെയിമിലെ പേരാണ് റെക്സ്. ആദിത്യനാ കൊച്ചി കള്ളൻ. കുറേ പേര് നമ്മളെ ഇവിടെ നോക്കി വരുന്നു, പോകുന്നു. എല്ലാവരും ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ഈ മടിവാള എന്ന് പറയുന്നത്. അല്ലടാ, ഈ മടിവാള എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്പോട്ടല്ലേ? ആകാശം എൻ്റെ വീക്ക്നെസ് ആണ് പണ്ട് തൊട്ട്. നമ്മളിപ്പോൾ ഊബർ വെയിറ്റ് ചെയ്യിക്കുകയാണ്. നമ്മുടെ ഊബർ ഇപ്പോൾ വരും. ഊബറിൽ കയറി നമ്മൾ നേരെ കിരൺ ബ്രോൻ്റെ വീട്ടിലോട്ട്. അതാണ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ബർത്ത്ഡേ പയ്യനെന്ന്, പുള്ളിയുടെ കിരൺ ബ്രോൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത്. ഒരു സംശയമല്ല, ഇപ്പം മരിച്ചത് ഈ അണ്ണ ഇപ്പം എന്നെ കൊണ്ടുപോകാൻ. എടാ ഞാൻ മരിച്ചു, ലിറ്ററലി ഞാൻ മാറില്ല, ഞാൻ ഇപ്പം ചത്തേനെ സത്യം. ഏസ് നമ്മുടെ ഊബർ വന്ന് സേഫായിട്ട് സാറിലൊക്കെ വൈ. എടാ ഞാൻ ഫ്രണ്ടിൽ കയറുവാണേ. ഏസ് ഇതെൻ്റെ 2ാം ജന്മമാണ് കേട്ടോ. ഒരു ഓട്ടോ ഒന്ന് ഞാൻ എനിക്ക് റിവേഴ്സ് എടുത്ത് തന്നെ പുള്ളി നോക്കുന്നൊന്നുമില്ല. ലിറ്ററലി പുള്ളി നോക്കുന്നില്ല. നേരെ പറഞ്ഞേ, ഞാൻ ഓടിയിലായിരുന്നെങ്കിൽ പുള്ളിനെ ഇടിച്ചിറങ്ങി. ഇപ്പം ഞാൻ ഇവിടെ നേരെ ആശുപത്രിയിലോട്ട്. അതാണ് സ്കീം. സത്യം എൻ്റെ ആളിയാ. ഏസ് അങ്ങനെ നമ്മളിപ്പോൾ ഊബറിൽ കയറി. ഇവിടെ നിന്നൊരു എത്ര കിലോമീറ്റർ? ഇല്ല, ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ, 11 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അടുത്ത. ഓക്കെ നമ്മളെത്തി. ഇതാണ് നമ്മുടെ അരിയുടെയും കിരൺ ബ്രോയിൻ്റെയും ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. ഞാൻ പറഞ്ഞ കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ അറിഞ്ഞാലും പുള്ളി വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടുമെന്നാന്ന് പറയുന്നത്. അതിനെക്കാട്ട് നേരെ അങ്ങ് പോയാൽ പോരെ. ഇതൊരു 2-3 പടി കയറണമല്ലേ. വരുന്നില്ല. സർപ്രൈസായി നമ്മളാണ് ശരിക്കും സർപ്രൈസ് ആയത്. സൈഡ് വരുമോ? സ്പ്രേ കടിച്ച് റൂമില്ലാത്ത. ഹലോ ബ്രോ. നീ എന്താ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ എങ്ങനെ ഉണ്ടാക്കണമെന്ന്? ഗൈസ്, ഞാൻ പ്രോട്ടീൻ പൗഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ പ്രോട്ടീൻ പൗഡറിന്റെ എക്സ്പ്ലനേഷൻ പറയണം പ്രോട്ടീൻ പൗഡർ മേക്കിങ്ങിനെ കുറിച്ച്. അമ്പറ. പുഴുവിനെ പ്രസ് ചെയ്താണ് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എടീ ഇതേ പാലില്ലേ, പശു പാല്. ഏത്? ഇത് മസിൽ പ്ലേസ് ആ. ഒന്നും ഓണ് മാത്രമല്ല എനിക്ക് അറിയാവുള്ളൂ. എനിക്ക് ആര് പറഞ്ഞു തന്നെ വില്ലം പറയായിരിക്കും. ഞാൻ പറഞ്ഞുതരാം.
എടാ എങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കണം പറ കേക്കട്ടെ. നീ പറ. മറ്റേ ഇതിന്റെ പാലിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ ഇത്? ഇത് ഞാൻ പറഞ്ഞല്ലേ പുഴുവെന്നൊക്കെ പുഴുവല്ലേ, പുഴുവിന്റെ പ്രശ്നമല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഡിസ്കഷനിലാണ്, രാവിലെ എന്ത് കഴിക്കാം എങ്ങനെ കഴിക്കാന്നൊക്കെ ഡിസ്കഷനിലാണ് ഇവിടെ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഫ്രഷായി സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുളിച്ച് സെറ്റായി. ക്ലൈമറ്റ് പറയുമ്പോഴത്തേക്ക് മുഖമൊക്കെ പൊരിഞ്ഞ് സീനായി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പയ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ടൈം കൊണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ ജാക്കി മോൻ. ഗൈസ് നമ്മളിപ്പോൾ നമ്മളൊരു ഗെയിമിൻ്റെ പേരൊക്കെ കൂടുതൽ വിളിക്കുന്നത്, നമുക്ക് അങ്ങനെ വിളിച്ചാണ് ശീലം. ഇതാണ് നമ്മുടെ കുക്കണ്ണൻ. ഗൈസ് ഇത് നമ്മുടെ പരിഷ്കാരി. ഗൈസ് നിങ്ങൾ ഈ പേരെ കുറച്ച് വിയർഡായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നമുക്ക് ഇങ്ങനെ വിളിച്ചാണ് ശീലം ഇവരെയൊക്കെ. ഓക്കെ, ഇവരെല്ലാവരെയും നമ്മൾ ഗെയിമിൽ പരിചയപ്പെട്ട് അങ്ങനത്തെ ഒരു ബന്ധം റിയൽ ലൈഫിൽ വന്നതാണ്. അങ്ങനെയാണ്, മനസ്സിലായോ? നല്ല പയ്യനാണ് അവൻ. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ചടക്കത്തോടെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ പെൺപിള്ളേരെയൊക്കെ ഇത് റിലേഷൻ സിംഗിളല്ലേ? സിംഗിളാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടാക്കണം ഗെയ്സ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഡയറ്റ് നോക്കണം. അപ്പോൾ നമ്മൾ യോഗട്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. പിന്നെ നമുക്ക് ഇവിടെ അലീനയുടെ അടിച്ചു മാറ്റിയ ആപ്പിളുണ്ട്, കിരൺ ബ്രോൻ്റെ അടിച്ചു മാറ്റിയ ഓട്സ് ഉണ്ട്. നമുക്കിതൊക്കെ മതി, ഇതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കും പരിപാടി. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൈസ് ഇവിടെ വെയിങ് മെഷീൻ ഇല്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം നമ്മൾ പിന്നെ കണക്ക് കൂട്ടൽ നമ്മൾ ഭയങ്കര ആക്യുറേറ്റ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇനി ആൽമണ്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ നമുക്കിതിൽ. സ്കൂപ്പ് ഓഫ് സൂപ്പർ. നമ്മൾ യൂസ് ചെയ്ത പാത്രം നമ്മൾ തന്നെ കഴുകി വയ്ക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി എല്ലാവരും കൂടി SP റോഡിൽ പോകാൻ. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, എന്നാലും നമ്മൾ ജിമ്മ പോയി തിണ്ടി തിരിയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമല്ലോ. വീട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ SP റോഡിലോട്ട് പോവാണ്. എല്ലാവരും ഉണ്ട്. അലീനൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് BGM ഒക്കെ എന്താ കള്ളനോട്ടം ആമനാ? അതിന് നീ പറഞ്ഞേ. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഊബറിൽ തപ്പാണ്. SP റോഡിലോട്ട് ഒരു ഊബർ പോലും കിട്ടുന്നില്ല. അതേ മാറി മാറി നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ 2 കാറിലായിട്ടാണ് പോണത്. അവർ ഈ കാറിൽ, നമ്മുടെ കാറ് ഇപ്പോൾ വരൂടാ. നമ്മുടെ കാറ് 1 മിനിറ്റിൻ്റെ അകത്ത് വരും. 1 മിനിറ്റ് എന്നൊക്കെ പറയണേ, അടിച്ച് പൊത്ത് വരുന്നുണ്ട്. അണ്ണ ഇപ്പോൾ വരും കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റ് മേടിക്കണമെന്നുണ്ട്. നമ്മുടെ ലൈവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് നോക്കണമെന്നുണ്ട്. അപ്പോൾ SP റോഡിൽ കുറേ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ മെയിനാണ് SP റോഡിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഫുൾ നമ്മളിങ്ങനെ അലച്ചിൽ തന്നെ കേസ്. നമ്മൾ സത്യം പറഞ്ഞാൽ ബോയ്സ് ട്രിപ്പാണ്. ഇതൊരു ബോയ്സ് ട്രിപ്പാണ്. അലിന് നമ്മളൊരു ബോയ് തന്നെയാണ് കൂട്ടുള്ളത്. അതെ, ഫുൾ അലമ്പായിരിക്കും. ഒള്ളി അലമ്പ് വൈബ്സ്, ഒള്ളി ചിൽ വൈബ്സ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഇടി കിട്ടും. നമ്മുടെ വണ്ടി എത്തി. അത് പറഞ്ഞതില്ല, നമ്മുടെ വണ്ടി എത്തി. വണ്ടി എത്തി കേസ്. വണ്ടി കയറാം. ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറണം എന്നോട്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി SP റോഡ് ഗൈസ്. നമ്മളിപ്പോൾ SP റോഡ് എത്തി. ആടാ കിരൺ ബ്രോ ദോവർ. നമ്മൾ 2 കാറിൽ പോയതുകൊണ്ട് അവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായി. ഇപ്പം കണ്ടുമുട്ടി. ഇവിടെ എന്തൊരു തിരക്ക് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നണേ. ഫുള്ള് ഇലക്ട്രിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ സാധനങ്ങൾ ആണ്. ഫുള്ള് പാർട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പോവാണ്. ഞാനൊരു ലൈറ്റ് മേടിച്ചു. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ തിരക്കാണ്, അന്യായ തിരക്ക്. ഇത് കണ്ട എൻ്റെ ബാക്കിലോട്ട് ഫുൾ തിരക്ക്. നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം ഗൈസ്. പക്ഷേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇലക്ട്രിക് സാധനങ്ങളായാലും കൊമേഴ്ഷ്യൽ സാധനങ്ങളായാലും പാർട്സ് അങ്ങനെ സാധനങ്ങൾ എല്ലാം, ഹോം അപ്ലയൻസസ് എല്ലാം സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മൈൻഡ് ഫക്കായി പോകും. ഏത് സാധനം എവിടെ നിന്ന് മേടിക്കണം എന്ന അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ നമ്മൾ. അത് പറഞ്ഞിട്ട് പിന്നെ എത്രത്തോളം ജെന്യൂൻ പ്രോഡക്റ്റ്സ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാം ഉണ്ട് ഇവിടെ. അയ്യോ, ഞങ്ങളതിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും ഗൈസ്. നമുക്ക് എവിടെയെങ്കിലും പോയി ഇതിൽ കഴിക്കാം. പിന്നെ
ചിലപ്പം നമ്മൾ ചർച്ച് സ്ട്രീറ്റിലിട്ട് പോയി ചർച്ച് സ്ട്രീറ്റിൽ പോയ വ്ളോഗ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇതിൽ നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മളടുത്ത് എവിടെ പോകണം? നമ്മള് എംപയറിൽ പോകണം. നമ്മൾ കഴിക്കാൻ വേണ്ടി എംപയറിൽ പോവാണ്. എല്ലാവരും ഒരു വണ്ടിയിൽ കുത്തി നിറച്ച് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ ചർച്ച് സ്ട്രീറ്റിലാണ് വന്നത് ഫുഡ് കഴിക്കാൻ. ചർച്ച് സ്ട്രീറ്റിൽ എംപയർ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. മറ്റേ 1966 മുതൽ ഉള്ള ഹോട്ടൽ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ഫുഡ് കഴിച്ച് നോക്കാം. ഞാൻ എന്തായാലും വലുതായിട്ട് ഒന്നും ചീറ്റ് എടുക്കുന്നില്ല. അൽഫാമും ചപ്പാത്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇവന്മാരൊക്കെ ബിരിയാണി കഴിക്കുകയാണ്. ഈ ഒന്നിനെ കണ്ടുകൂടാ. ബിരിയാണി എന്താ ബിരിയാണി നീ പറഞ്ഞത്? ഗ്രിൽഡ് ബിരിയാണി, ഗ്രിൽഡ് ചിക്കൻ ബിരിയാണി. വ്ളോഗ് ആ കാണിക്കണ ദേ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. ആ അത്രേ ഉള്ളൂ. പുതിയ സബ്സ്ക്രൈബറെ കിട്ടി. പുള്ളിയാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ. യെസ് ഡേ. അപ്പോൾ എല്ലാവരും സബ് ചെയ്തിട്ട് കാണാം കേട്ടാ. ഫുഡ് ഇപ്പോൾ വരും ഗൈസ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. എടാ ഇതെന്താ പക്ഷേ ഈ അൽഫാമിന് വേറൊരു കളർ, പച്ച കളർ. ഇത് ഇവിടുത്തെ അൽഫാം ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. കാന്താരി അൽഫാമാണെന്ന്. അതെന്താ? അത് ടേസ്റ്റ് ചെയ്ത് നമുക്ക്. ബീഫ് പൊറോട്ട വിത്ത് കൊള്ളാം. പക്ഷേ ഇവരെന്തോ എന്തോ ഒരു മസാല ചേർത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. കൊള്ളാം അടിപൊളി. കൊള്ളാം. അവർ ഫുഡ് സെർവ് ചെയ്യും കേട്ടോ. എന്താ പേടിച്ചിരിക്കണേ? താങ്ക്സ് ഫോർ ദ മുട്ട. നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങി. എടാ സോയി ഇത് ട്രൈ ചെയ്ത് നോക്കിയാടാ ഈ സാധനം. ഇത് കഴിച്ചു നോക്ക്. എടാ സോയി കഴിച്ചേ. അടിയുണ്ടാക്കല്ലേ? അത് മധുരം ഇപ്പൊ പോവും. ഞാൻ തിന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ ചർച്ച് സ്ട്രീറ്റ് ഫുള്ള് തെണ്ടി നടക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിന് ലബൂബു ഞാൻ ചോദിക്കല്ലോ. भैया लबूबू कितना है? हाँ अरे 950 വേണോ? ഇവിടെ വാങ്ങി ചെറുതൊന്നുമില്ല. ലബൂബ് ഒരു സൈസേ ഉള്ളൂ. ലബൂബിന്റെ പ്രത്യേകത എന്താ? ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണ കിട്ടും. എന്റർടൈൻമെന്റ് സ്റ്റോർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറാണ് ഇവിടെ. നീ അതൊന്ന് തുപ്പിയിട്ട് വാടാ പട്ടി. ഇവിടെ ഫുള്ള് ടോയ്സും പരിപാടികളൊക്കെയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് എത്രയാ കത്തിക്ക്? അന്ന് മേടിച്ചത് 3000 അല്ലേ? ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ നല്ല രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കാറിൻ്റെ ഹാങ്ങിങ് മേടിച്ചത്. വൈബ് പറയുന്നുണ്ടോ? എന്തോ ആൾക്കാരാ. ടയറിൻ്റെ ആ ഒരു ഇത് നോക്കിയാൽ അതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ ടയറിൻ്റെ ഇവിടെ പെയിൻറ്റ് പകത്വാസിലല്ലേ ഇത് ആണ് ഗൈസ്. നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു തരും. പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ ഇത്? ഇത് അത്യാവശ്യം റീസണബിൾ പ്രൈസാണ്. നമ്മുടെ ഇവിടുത്തെ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2000, 2500 രൂപ വിലയുടെ സാധനം 1400 ഉള്ളൂ. ഇത് എടുക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ഇതേ സെയിം എൻ്റെ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഹോട്ട് വീൽസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്തായാലും. കൊണ്ടുപോകട്ടാ പിടിച്ചിടിയൊന്ന്.
പൈസ കൊടുത്ത് മേടിച്ച സാധനം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്തിന്? എന്തിന്? ഇനിയിപ്പോ കൺഫ്യൂഷൻ ഇല്ല, ഏത് കാറ് വേണം. കാറ് രണ്ട് എടാ, ഇത് വേണ്ട. എടാ, എന്താണ് ഇങ്ങനെ? വേണ്ട, ഞാൻ ഒന്നുകൊണ്ട് ചോദിച്ചോളൂ. ഞാൻ തൂക്കിയെന്ന് താങ്ക് യു ഗൈസ്. ആഗ്രഹിച്ച സാധനം തന്നെ കിട്ടിയില്ലേ? നൈസല്ല, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഷംസിംഗ്. ഇവിടെ കൊള്ളാം വിഷയം. ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ എടുക്കണ എടുത്തു കഴിഞ്ഞാൽ അത് 2-3 വട്ടം നിൽക്കുന്നുണ്ടപ്പോഴത്തേക്കും നമുക്കൊരു കാര്യം പിടുത്തം കിട്ടി. കിട്ടി, സാധനം കിട്ടി. ഞാൻ ഇവർ തമാശയ്ക്ക് പറയുന്നത് ഗൈസ്, അവർ വെറുതെ പറയണായിരിക്കും. ഇത് കുറേ പേരൊന്ന് എടുത്തിട്ട് എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ലെഗോ അവിടെ ഉണ്ടോ? ഇവിടെ അടിയുള്ള ലെഗോ അവരെ സമയത്ത് പോയി. എന്താ അലീന ഇപ്പൊ പറഞ്ഞ ഒന്നൂടെ പറയോ? അലീന ആരാ? ഓക്കെ. കിരൺ ബ്രോ അലീന പറഞ്ഞ കേട്ടായിരുന്നോ? പുറത്തിറങ്ങുമ്പോ കിരൺ ബ്രോ അവളെ ഹസ്ബൻഡ് അടി. ആ അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. കിരൺ ബ്രോ നോക്ക്. നമുക്ക് ഇപ്പുറ സൈഡ് കൂടി പോവാം. അലീന നമ്മൾ ഇപ്പുറ സൈഡ് കൂടി പോവാണേ. ഉള്ള ഒരു ചേട്ടൻ പറന്നു പറഞ്ഞു. ഇന്ന് കമ്പാരിറ്റീവ്ലി ഇവിടെ തിരക്ക് കുറവാണ് ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാത്രി പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടാവും. ഇപ്പം കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. ഇത് റെസ്റ്റോ ബാറല്ലേ? വിഷയം കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം കളക്ഷനാണ്, ഒരു രക്ഷയില്ല. ഞാൻ 2 കാർ വാങ്ങി കാണിച്ചു തരാം. ഞാൻ നോക്കി കൊടുക്കാം അന്നനൊക്കെ. എനിക്ക് വേണ്ടെങ്കിൽ നേരത്തെ പത്തേ ഉള്ളൂ, ഒരു കാറ് കിട്ടാത്ത വിഷമം. കാറ് കിട്ടുമ്പോഴുള്ള സന്തോഷം നല്ല രസമുള്ള. എൻ്റെ ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ അത്ര ഇതാ സ്പെൻഡ് ചെയ്തേനെ. ഈ ഒരു ആംഗിളിൽ നോക്കിയൊരു ഫോറിൻ കണ്ട ഒരു ലുക്കില്ലേ ഈ ഒരു ഇത്ര. യെസ്, ഇത് കിടിലം വ്യൂ ആണ്. ഇത് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് വ്യൂ. ഗൈസ്, നമ്മുടെ ഗെയിമിംഗ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ നമ്മൾ കുറച്ച് പോസ്റ്ററൊക്കെ വാങ്ങി. ഭംഗിയായിട്ടുണ്ടല്ലേ? ഗൈസ്, നമ്മൾ കുറേ നോക്കി, നമുക്ക് ഊബറൊന്നും കിട്ടില്ല. അവസാനം നമ്മൾ മെട്രോയിൽ പോകാൻ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ മെട്രോയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ MG റോഡിലെ മെട്രോ സ്റ്റേഷനിൽ നിൽക്കുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ മെട്രോ കയറി അലീനയുടെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നമ്മളിന്ന് ചിലപ്പോൾ എലിയുടെ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു പ്ലാനുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവരും തളർന്നോ? അലീന എന്തൊക്കെ മേടിച്ചു? അലീന മിനിസ കയറി ഒരു കെട്ട് ടിഷ്യൂ മേടിച്ച്. നിങ്ങളൊക്കെ ഈ പെമ്പിള്ളേർ എങ്ങനെയാണ് ഈ മിനിസോയ്ക്ക് അഡിക്ഷൻ ആവുന്നത്? ഒന്ന് പറയൂ. ഒന്ന് സ്നേഹിക്കുണ്ട്. യെസ്, അയ്യോ സ്നേഹിക്ക് അപ്പോൾ സ്വന്തമായിട്ട് മിനിസോ തന്നെ ഉണ്ട് കാക്കനാട്. എന്തായാലും മെട്രോ കയറിയിട്ട് കാണാം. 2% ചാർജുള്ള ക്യാമറയിൽ, കുഴപ്പമില്ല. നമ്മുടെ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. നമ്മൾ മെട്രോ കയറി. എല്ലാവരും ഹായ് പറ. 1% ഗൈസ്, നമ്മുടെ ക്യാമറ ഇപ്പോൾ ഓഫ് ആവും. ഇത്രയും ആൾക്കാരാണ്. ബൈ ഗൈസ്, ഇനി അവിടെ എത്തിയിട്ടാണ് നമുക്ക് മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടക്കാനുള്ള. എൻ്റെ ഇന്നത്തെ കാർഡിയോ ആവും. ഈസി, പൈസ കൊടുക്കാതെ എല്ലാ പരിപാടിയും നടക്കൂടെ. ഒറ്റയ്ക്കല്ല, നടന്നു തന്നെ പോവും എല്ലാവരും. എല്ലാവർക്കും എല്ലാവരും എന്നിട്ട് വർക്കൗട്ട് ആവുന്നു. ബൈ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു മഴയ്ക്കും ട്രാഫിക്കിനും ശേഷം വീട്ടിലെത്തി. ഇനി നമ്മൾ എലിയുടെ അങ്ങോട്ട് പോവാ. എലിയുടെ അങ്ങോട്ട് പോകുന്ന ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കുന്നില്ല, എനിക്ക് വയ്യ ഗൈസ്. ഞാനൊന്ന് ഫ്രീ ആയിക്കോട്ടെ. ക്യാമറ തൂക്കിക്കൊണ്ട് നടന്ന് ഞാൻ മടുത്ത്. നാളെ രാവിലെ കാണാം. നാളെ എന്താ പരിപാടി? നാളെ കിരൺ ബ്രോന്റെ ബർത്ത്ഡേ ആണ്. 30s കിടക്കുവാണ് ആള്.
ഗൈസ് നാളെ അപ്പോൾ ബർത്ത്ഡേ പരിപാടികൾ, ചെറിയ ചെറിയ കറക്കങ്ങൾ പരിപാടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നാളെ കാണാം, ബൈ. ഗൈസ് അപ്പോൾ എലിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങിന്. സോ ഇവിടെ വെച്ചിട്ടാണ് കേക്ക് കട്ടിങ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ്. പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്ന ക്യാമറ എന്തായാലും എടുത്തില്ല. എന്തായാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ കിരൺ ബ്രോ. നമ്മൾ 2 കേക്കൊക്കെ കട്ട് ചെയ്ത്, അതിനോടൊപ്പം തന്നെ അലീനയുടെ 60Kയും പിന്നെ എലിയുടെ 500K ആയതിൻ്റെ സെലിബ്രേഷൻ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം രാവിലെ എന്നല്ല ഉച്ചയാറായല്ലേ, 12 മണി. നമ്മളിന്നലെ എലിയുടെ അവിടെ നിന്ന് എല്ലാവരും തിരിച്ച് വന്ന് കിടന്നപ്പോഴത്തേക്കും നല്ല 3:30 രാത്രി. ഇന്ന് അതിരാവിലെ 3:30. ഇപ്പോൾ എല്ലാവരും എണീക്കുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് കട്ടായിട്ട് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്നലെ നടന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ പിന്നെ രാത്രി വ്ളോഗ് എടുക്കാത്ത സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ മൊത്തം ക്യാമറയും തൂക്കി പിടിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ പിന്നെ അതുകൊണ്ടൊന്ന് നമുക്ക് വേണ്ടേ കുറച്ച് ടൈമൊക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ. ഇന്നത്തെ അജണ്ട പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല ഗൈസ്, നോർമൽ ഡേ. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ജസ്റ്റ് പോവും, അത്രയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് വി ഗോട്ട് സം കമ്പനീസ്. ഇതാരെന്ന് കണ്ടാ? ഹായ്, ഹലോ. മൈക്കൊക്കെ ഉണ്ടോ? പണ്ടത്തെ പോലെയല്ല, സെറ്റപ്പാണ് ഞാൻ ഇപ്പോൾ. ഗൈസ് നമ്മൾ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട് ഗൈസ്. നമ്മൾ മരിക്ക് ഉറങ്ങില്ല. അലീനെ കണ്ട ഇന്നലെ അടിച്ച് കൊഞ്ചായി. ഇന്നലെ ഇവൾ ഇടിച്ചതാണ്. ഈ പാവം മരിച്ചനെ ബർത്ത്ഡേ ആയിട്ട് ഇടിച്ച് ഉറക്കി കളഞ്ഞു. എവിടെ പോണ കഴിക്കാൻ? നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെ സൂഫി മന്തി. ഗൈസ് നമ്മൾ സൂഫി മന്തി കഴിക്കാൻ പോവുക. ഞാനല്ല, ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും കഴിക്കും. ഇന്നൊന്ന് കിടന്ന് ഉറങ്ങിയാലേ ശരിയാകത്തുള്ളൂ. എന്നുള്ള ഉറക്കം ശരിയായില്ല. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാവരും ഉറങ്ങിയില്ല. എല്ലാവരും ഒരു 3-4 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം. ഗൈസ് എന്തൊരു ബ്ലോക്കാണെന്നറിയാം ഇവിടെ. ഈ റോഡ് ഏത് കൂക്കണ്ണ? എന്തൊരു കട്ട റോഡ്, നല്ല കെട്ട റോഡായിരുന്നു. 5 കിലോമീറ്റർ വരാൻ വേണ്ടി നമ്മൾ 1/2 മണിക്കൂർ എടുത്ത് ഇപ്പോഴും നമ്മൾ എത്തിയില്ല. ഇവന് ഗ്യാസ് എന്നൊരു കാര്യം ചെയ്യാം, ആ ഗ്യാസ് ഒന്ന് എടുത്ത് അലീനയുടെ വീട്ടിൽ കൊടുക്കാം നമുക്ക്. ഓൺ എറ്റേണിറ്റി ലേറ്റർ നമ്മൾ സൂഫി മന്തിയിൽ എത്തിയിട്ടുണ്ട്. സൂഫി മന്തി. വാ 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 വാ, പോയിട്ട് എന്തേലും കഴിക്കണം, വയറ് കാന്തണേ. എല്ലാരും വിശന്ന് പൊളന്നിരിക്കുകയാണ് കേട്ടോ. എന്തൊരു ഭാഷയല്ലേ, പൊളന്നാ. എല്ലാരും വിശന്നിരിക്കുകയാണ് ഗായ്സ്. അതെ, ഇതുണ്ടല്ലോ മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ. നമ്മുടെ ഫുഡൊക്കെ വന്ന്. എന്തൊക്കെയാ ഇത്? ഇതെന്നാ മസാല ഷവായ. യവന്മാരൊക്കെ മന്തി കഴിക്കുക കേട്ടോ, എന്നെ ഇങ്ങനെ ഇരുത്തിയിട്ട്. എങ്ങനെയുണ്ടോ? നൈസാണോ? ഹലോ, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഇത് മജ്ബൂത. ഈ റൈസും ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. ഇത് സംഭവം തവ അൽഫാം 270. നമ്മൾ 10 പേര് കഴിച്ചിട്ട് 3500 ആയിട്ടുള്ളൂ. കൊള്ളാം, റീസണബിൾ പ്രൈസാണ്. അപ്പോൾ സംഭവം പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബില്ല് ആര് കൊടുക്കും എന്നാണ് ഇങ്ങനെ നമ്മൾ നോക്കുന്നത് ഗൈസ്. അപ്പോൾ ബില്ല് നമ്മുടെ തലയില്ല ചേട്ടാ. ഇപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിച്ചണിലോട്ട് പോകാന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ കിച്ചൺ എവിടെ? ഇവിടെ കാണുന്നില്ല. പോയിട്ടാ ചേട്ടാ. നമ്മള് പോകുന്നതിന് മുമ്പ് ബാക്കി ഐറ്റംസ് ട്രൈ ചെയ്യാം. വിശപ്പ് മാറി വരൂ, നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടും പോക്ക് നടക്കൂല. വീട്ടിലോട്ട് പോവാ. പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രോട്ടീൻ വേണമെന്ന് കുറേ പറയുന്നത്. അതെ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ഡബ്ബ
മസിൽസ് ഒക്കെ വരും കേട്ടോ ഇവിടെ ബർത്ത്ഡേ പ്രമാണിച്ച് ജിമ്മിന് വേണ്ടി പ്രോട്ടീൻ സപ്ലൈ ചെയ്ത കുക്കണ്ണനും ടീമിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കിരൺ, 25 വയസ്സ്. ആര് തല്ലുണ്ടാക്കല എല്ലാവർക്കും തരും. ഗൈസ് നമ്മൾ യൂനോ കളിക്കുവാണ്. എനിക്ക് യൂനോ കിങ്ങിന്റെ പട്ടമുണ്ട്. സ്നേഹം എടുത്ത് വെച്ചാൽ ഞാനായിരുന്നു നമ്മുടെ ഗ്യാങ്ങിലെ യൂനോ കിങ്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. നമ്മൾ കളിക്കാൻ പോവാ. ടാറ്റ, നാളെ കാണാം. ബൈ. അപ്പോൾ ഗൈസ് നാളെ നമ്മൾ നാട്ടിൽ പോകും. നാളെ കാണാം. മീൻസ് അലീനയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിച്ചു നോക്കടാ സോയി, എങ്ങനെയുണ്ടെന്ന് പറ. ഓണസ്റ്റ് റിവ്യൂ ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? പരിഷ്കാരം എങ്ങനെയുണ്ടാ? നൈസാണ്. പോരാ കേട്ടോ. മൗത്ത് ഫീല് ചെറുതായിട്ട് വെള്ളം കൂടി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഞാനിന്ന് വൈകിട്ട് ഇവിടെ നിന്ന് ചലിക്കും. ഇന്ന് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും എല്ലാവരുടെ പോകുന്നില്ല. ജസ്റ്റ് എല്ലാവരോടും സംസാരിച്ച് ചില്ലായിട്ട് ഇരിപ്പാണ്, അല്ലാണ്ട് വേറെ പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് രാത്രി 10 മണിക്കാണ് ബസ്. ഇവരൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൂടെ എന്നിട്ടേ പോകത്തുള്ളൂ. ഞാൻ എന്തായാലും ഇന്ന് രാത്രി പോകുന്നതായിരിക്കും. യെസ് ഗൈസ്, അലീനയുടെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നൈസ് അല്ലേ? ഓ, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് 10:30ക്കാണ് ബസ്. അപ്പോൾ ഇപ്പം 9:19 നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഗൈസ്, എല്ലാവർക്കും എന്താ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു 2-3 ദിവസം? അടിപൊളിയായിരുന്നാ? നമ്മൾ കുറേ തെണ്ടി തിരിഞ്ഞല്ലേ? വ്ളോഗില്ലാത്ത പാതിരാത്രി നടത്തുണ്ടായിരുന്നു നമ്മള്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഇവരൊക്കെ നാളെ പോകത്തുള്ളൂ. ഇതിലാരൊക്കെ? ഇവരൊക്കെ നാളെ പോകത്തുള്ളൂ. ഞാൻ മാത്രമാണ് ഇന്ന് പോണേ. വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കണം കേട്ടോ. വല്ലതും വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അലീൻ്റെ കിരീട്ടി കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു ചന്ദ്ര. അത് കൊണ്ടുവച്ചിട്ട് വന്നാ ടാറ്റ. ഇനി പോക്കോ. ടാറ്റ, പോയിട്ടോ. ബൈ ബൈ. സെക്കൻഡ് ഫ്ലോറിൽ കയറി. ഗൈസ്, അപ്പോൾ നമ്മളെ ബസ് എടുത്ത് അപ്പോൾ ഇനി രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളത്ത് എത്തും. എനിക്ക് തോന്നുന്നത് 7:30 മാക്സിമം 7:30-8 മണി അതിനകത്ത് എത്തും. ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയി. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നൊരു ട്രിപ്പായിരുന്നു. 2-3 ദിവസം ഫുൾ കളിയും ചിരിയും ബഹളവും. എന്താ പറയുക, 2 ദിവസം നമ്മൾ വെൽ സ്പെൻഡ് ചെയ്ത്. സത്യം പറഞ്ഞാൽ എല്ലായിടത്തും താങ്ക്സ്. എന്താ പറയുക, മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ഓക്കെ ആയി. എന്ന് പറഞ്ഞാൽ കുറേ നാൾ നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ഗെയിമും കാലത്തൊക്കെ ഇങ്ങനെ പോകുമല്ലേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ബ്രേക്ക് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവും. സോ അടിപൊളിയായി. വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.